ഇന്ന് നല്ല ക്രിസ്പിയായ കൈപ്പൊട്ടും ഇല്ലാത്ത നല്ല ടേസ്റ്റിയായ നാടൻ പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 3 പാവയ്ക്ക വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. കോൺഫ്ലവർ ചേർക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായാൽ ഒരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് വറുത്ത് കോരാം. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് മൂപ്പിക്കാം. ഇത് കോരി മാറ്റി ഇതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് മൂപ്പിക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കുറേശ്ശെ ചേർത്ത് വറുത്ത് കോരാം. ഇത്രയുള്ളൂ, നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായ പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്കിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് ചോറിനോടൊപ്പമോ വെറുതെയോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.